എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും കുറച്ച് വെറൈറ്റിയുമായിട്ടുള്ള ഒരു ചിപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കപ്പളങ്ങ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതിന് പപ്പായ എന്നും പറയും. കപ്പളങ്ങ ഉപയോഗിച്ച് ചിപ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇടത്തരം വലിപ്പമുള്ള ഒരു പപ്പായ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളയുമ്പോൾ പച്ച ഭാഗം നന്നായിട്ട് ചെത്തിക്കളയണം. പച്ച ഭാഗം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വരുമ്പോൾ ഒരു കയ്പ്പ് രുചി വരും. ഇതിൻ്റെ തൊലിയെല്ലാം നീക്കിക്കളഞ്ഞിട്ടുണ്ട്. കുരു ഉണ്ടെങ്കിൽ അതും നീക്കിക്കളയാം. ഇതൊന്ന് കഴുകിയതിന് ശേഷം ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ബലം കൊടുത്ത് നീളത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കുറച്ച് കട്ടിയായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ക്യാരറ്റ് ഹൽവ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ വലിപ്പത്തിൽ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പം മനസ്സിലാകും. തീരെ കനം കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ വറുത്തെടുക്കുന്നത് പോലെ ആയിപ്പോകും. കപ്പളങ്ങ മുഴുവൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പാവയ്ക്കാടെയൊക്കെ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അതേ ഒരു മെത്തേഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് തിരുമിയെടുക്കാം. ഉപ്പ് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. ഇത് കുറച്ച് കപ്പ ഉണങ്ങിയതാണ്. പപ്പായ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കപ്പപ്പൊടി കൂടെ ചേർത്താൽ വളരെ ടേസ്റ്റാണ്. അതുപോലെ കപ്പപ്പൊടി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കോൺഫ്ലവറോ മൈദയോ ആട്ടയോ ഉപയോഗിച്ചാലും മതി. 3-4 ദിവസം വെള്ളത്തിൽ മാറ്റി ഇട്ടതിന് ശേഷം ഉണക്കിയെടുത്ത കപ്പയാണ്. കപ്പയുടെ കട്ടൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വെള്ളത്തിൽ മാറ്റി ഇട്ടതിന് ശേഷം ഉണക്കിയെടുക്കുന്നത്. ഇതുപോലെ ഉണക്കിയ കപ്പ ഇതുപോലെയൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഈ സമയമാകുമ്പോഴേക്ക് ആ ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന കപ്പളങ്ങയിലെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ തുടങ്ങും. അതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കളയണം. അതിനുശേഷം 3-4 പ്രാവശ്യം വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. കപ്പളങ്ങയുടെ കറയെല്ലാം ഒന്ന് നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിന് കയ്പുണ്ടോ എന്നൊന്ന് നോക്കണം. കയ്പില്ലെങ്കിൽ മാത്രമേ ഇത് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. കപ്പളങ്ങ നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു സ്പൂണിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കായപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് തിരുമ്മി വെച്ച കപ്പളങ്ങ ആയതുകൊണ്ട് ഈ കപ്പളങ്ങയ്ക്കും ചെറിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ടേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒക്കെ ചേർക്കണമെന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. മുളകും ഉപ്പുമൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കപ്പപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടിയും കപ്പപ്പൊടിയും ഇതൊന്ന് ജസ്റ്റ് കോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതുപോലെ പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ കപ്പപ്പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി. പൊടിയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെയൊരു അരിപ്പയിലേക്കൊന്ന് മാറ്റി ഇതിൻ്റെ പൊടിയൊന്ന് നീക്കിക്കളയാം. ഇവിടെ ഒരു വലിയ കണ്ണിയുള്ള അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പളങ്ങയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ പൊടിയൊന്ന് തട്ടിക്കളയാം. വറുത്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുകയുള്ളെങ്കിൽ വെളിച്ചെണ്ണയിലാണെങ്കിലും വറുത്തെടുത്താൽ മതി. ഇതുപോലെയുള്ള എണ്ണയിൽ വറുത്തെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കപ്പളങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. വറുത്ത പാകമായിട്ട് വരാൻ തുടങ്ങുമ്പോഴേക്ക് തീ ഏറ്റവും കുറച്ചിടണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. ഇത് ശരിയായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ വലിപ്പവും അതിൻ്റെ കയ്പും മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കപ്പ ചിപ്സും ചക്ക ചിപ്സും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ചിപ്സും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം.
ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ആക്റ്റീവ് ആക്കാൻ മറക്കണ്ട.